ആലപ്പുഴയിൽ നിർമ്മാണത്തിലിരിക്കുന്ന എലിവേറ്റഡ് ബൈപ്പാസ് ഹൈവേയുടെ 4 ഗർഡറുകൾ തകർന്നു വീണ സംഭവത്തിൽ ദേശീയപാത അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും പോലീസും അന്വേഷണം തുടങ്ങി. IITകളിൽ നിന്നുള്ള വിദഗ്ധ സംഘവും സ്ഥലം സന്ദർശിക്കും. മനീഷ് മഹിപാൽ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉമേഷ്, ഈ 30 അടി ഉയരത്തിൽ നിന്നും പതിച്ചതിൽ 90 ടണ്ണോളം ഭാരമുള്ള കോൺക്രീറ്റ് ഗർഡറുകളാണ്. പക്ഷേ ഈ ഒരു ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം രാജ്യത്ത് ദേശീയപാതകളെല്ലാം ഉപയോഗിക്കുന്ന ഇതേ സാങ്കേതിക വിദ്യയും മാനദണ്ഡ പ്രകാരമുള്ള ഗർഡറുകൾ തന്നെയാണ്. പക്ഷെ തകർന്ന് വീണതിനെ സംബന്ധിച്ച് വ്യക്തമാക്കാൻ ഇപ്പോഴും ദേശീയപാത അതോറിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദഗ്ധ സംഘം ഇന്നും നാളെയുമായി പരിശോധന നടത്തി മറ്റന്നാൾ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റിക്ക് കൊടുക്കുമെന്നാണ് പ്രോജക്ട് ഡയറക്ടർ പ്രദീപ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം ഈ അപകടത്തിന് പിന്നിൽ വലിയ അഴിമതി ഉണ്ടെന്നുള്ള വലിയ ആക്ഷേപമുണ്ട്. ഇപ്പോൾ KC വേണുഗോപാൽ MP കേന്ദ്രമന്ത്രിക്ക് ഇത് സംബന്ധിച്ചുള്ള കത്ത് നൽകിയിട്ടുണ്ട്. അപകടത്തെക്കുറിച്ച് ദേശീയപാത അതോറിറ്റി ആസ്ഥാനത്ത് ദേശീയപാത അതോറിറ്റി തന്നെ അറിയിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് IITയിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഇന്ന് പരിശോധനയ്ക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. റെയിൽവേ എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള സമിതിയെയും വിദഗ്ധ അഭിപ്രായം തേടി സമീപിക്കാനാണ് ദേശീയപാത അതോറിറ്റി ആലോചിക്കുന്നത്. ഉന്മേഷ്, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.